ഈ മാവിലെ മാങ്ങകൾ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ മാങ്ങകൾ? ഈ മാങ്ങകൾ വെച്ചുള്ള അച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായി 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ ഇതുപോലെ പൂളിയെടുത്ത ശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. ഇതെൻ്റെ വീട്ടിൽ പിടിച്ച തമ്പോരൻ മാങ്ങയാണിത്. അച്ചാറിടാൻ പറ്റിയ മാങ്ങകളിൽ നല്ലൊരു മാങ്ങയാണ് ഈ തമ്പോരൻ മാങ്ങ. മാങ്ങകൾ അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങയിലേക്ക് ഉപ്പൊക്കെ പിടിക്കാനായി ഇതൊരു 3 മണിക്കൂർ അടച്ചു വെക്കാം. 3 മണിക്കൂറിന് ശേഷം അച്ചാറിടാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് 50 മില്ലി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഈ രീതിയിൽ മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 3 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും 1/4 സ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതും ഇതിലേക്ക് 1/2 സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഫ്ലെയിം ഓണാക്കുക. ശേഷം മസാലകൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വീണ്ടും ഫ്ലെയിം ഓണാക്കുക. ഇതിലേക്ക് 3 മണിക്കൂർ ഉപ്പിട്ട് വെച്ച മാങ്ങയിൽ നിന്നും ഊറി വന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ശേഷം ഇതിലേക്ക് മാങ്ങ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കായപ്പൊടിയോ ഉപ്പിൻ്റെ കുറവോ ഉണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാറിൻ്റെ ഒരു മണം കേട്ടിട്ട് ഒരു രക്ഷയില്ല, നല്ല മണം. അച്ചാർ തണുക്കുന്നതിനായി മാറ്റി വെക്കാം. അച്ചാർ നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കരുത്, ഒരു 3-4 തരിയേ എടുക്കാവുള്ളൂ. ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെള്ളമയം ഒട്ടും ഇല്ലാത്ത കുപ്പികൾ വേണം അച്ചാർ നിറച്ച് വെക്കാൻ. അച്ചാർ കുപ്പിയിലാക്കുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സ്പൂണോ തവിയോ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അച്ചാറിൽ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. കുപ്പിയുടെ മുകൾ അറ്റം വരെ അച്ചാർ നിറയ്ക്കരുത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ തിളപ്പിച്ച് തണുത്ത ശേഷം മാത്രം ഒഴിക്കുക. കുപ്പിയുടെ അടപ്പ് നന്നായി മുറുക്കി അടച്ച ശേഷം 2-3 ദിവസം കഴിഞ്ഞ് അച്ചാർ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം.